അപ്പോൾ ഇനി നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് അവലൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അവൽ നല്ല ക്രിസ്പി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളവലായിരുന്നാലും കുഴപ്പമില്ല, മറ്റേ നമ്മുടെ ബ്രൗൺ കളറുള്ള അവലുണ്ടല്ലോ അതായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ബ്രൗൺ കളറുള്ള അവലായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കരിഞ്ഞു പോരുത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പം നല്ലൊരു മുറുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അവൽ മിൽക്കിൻ്റെ കൂടെ അവൽ കടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അവലിൻ്റെ കളർ മാറരുത് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ ആ കളർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറാവും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനകത്ത് തന്നെ വെക്കരുത് കേട്ടോ, ചൂട് കൊണ്ട് കരിഞ്ഞു പോവും. നല്ല ചൂടുണ്ട് അവലിന്. അപ്പോൾ ഇനി നമ്മൾ അവൽ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മിക്ക സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും തന്നെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പഴമാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. പക്ഷെ ശരിക്കും അവൽ മിൽക്കിലേക്ക് ചേർക്കുന്നത് റോബസ്റ്റ് പഴം അല്ല കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാളയംകുടം പഴം അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന് പറയില്ലേ, നമ്മുടെ പുട്ടിൽ കുഴച്ചിരുന്ന പഴം, ആ പഴം വെച്ചിട്ട് ആണ് ശരിക്കും അവൽ മിൽക്ക് ഉണ്ടാക്കുക. അപ്പം എൻ്റെ അടുത്ത് ആ പഴം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പൂവമ്പഴം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവമ്പഴം എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ പഴം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പഴമാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴം എടുക്കുക. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ 2 ഗ്ലാസ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നോക്കിയേ നന്നായിട്ട് കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ടയാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാല് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. പക്ഷേ ഇതേപോലെ കട്ടയാക്കിയിട്ട് എടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല തണുപ്പുണ്ടാവും. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കും. അപ്പോൾ അതിങ്ങനെ ഒന്ന് ലൂസായിട്ട് വരികയും ചെയ്യും, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ്ട് കട്ടയായില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. കപ്പലണ്ടിയും ഇതിൽ നന്നായിട്ട് ചേർക്കണം കേട്ടോ. കപ്പലണ്ടിയും കൂടി നമ്മൾ അവലും ഈ പഴം കൂടിയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കപ്പലണ്ടി ഞാനിവിടെ വറുത്തെടുത്താണ്. കപ്പലണ്ടി ഞാനായിട്ട് തൊണ്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബൂസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സ് ബോൺബിറ്റ് എന്തായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി നമുക്ക് അത്രയ്ക്ക് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അതേപോലെ ചെറിയായിരുന്നാലും അത്രയ്ക്ക് നിർബന്ധമില്ല. പിന്നെ പാൽപ്പൊടി ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല റിച്ച് ആയിട്ടിരിക്കും, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 3 നമുക്ക് അത്രയ്ക്കാണ്ട് നിർബന്ധമില്ല. നമുക്ക് നിർബന്ധം വേണ്ടത് സാധനം പാലും വേണം, കപ്പലണ്ടിയും വേണം, ബൂസ്റ്റും വേണം, പഴവും വേണം, അവലും വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടയാക്കി എടുത്തേക്കണ പാലുണ്ടല്ലോ, ഈ പാല് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. നമ്മുടെ പാല് കട്ടയാക്കിയത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പാലിൻ്റെ ആ കട്ട ഉടയാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ കണ്ട് ഐസാക്കിയിട്ട് നമ്മൾ നമ്മുടെ അവൽ മിൽക്ക് കഴിക്കുമ്പോൾ എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല തണുപ്പുണ്ടാവും. പഴം ഒന്ന് ഉടച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും ചേർക്കണം കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഈ പഴത്തിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഈ പഴവും പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ പഴത്തിന് ഇത്തിരി പഴുപ്പ് കുറവാണ്, പക്ഷേ റോബസ്റ്റ് പഴം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല പഴുത്ത പഴം എടുക്കണം എപ്പോഴും. പഴം എന്തോരം പഴുത്തിട്ടിരിക്കണോ അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ പഴം നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കരുത് കേട്ടോ. ഇതുകൊണ്ട് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ നോക്കി നമ്മുടെ ഈ ചപ്പാത്തി പോലുണ്ടല്ലോ, കുറച്ചുകൂടിയും ഇതുള്ള ഉരുണ്ടിരിക്കുന്ന ചപ്പാത്തി പോലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് എടുക്കുക പഴം.
പഞ്ചസാരയും ഇതും കൂട്ടിയിട്ട് കൈ കൊണ്ട് ഉടച്ചിക്കുക. പക്ഷേ കടയിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടക്കില്ല. കൈ കൊണ്ട് ഉടച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അവർ എന്തെങ്കിലും കല്ല് പോലത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇടിച്ചിട്ട് അത് റെഡിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ വീട്ടിലെടുക്കുമ്പോൾ നമ്മുടെ കയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ പഴത്തിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ പാല് കട്ട് ചെയ്ത് അടിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ പഴവും പിന്നെ നമ്മുടെ ഈ പാലൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ, നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് നന്നായിട്ട് തണുപ്പിച്ച പാലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഴം കുറച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാരയല്ലേ ചേർത്തുള്ളൂ. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നതിന് കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. നല്ല മധുരമുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. പാൽപ്പൊടി ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ പാൽപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അവിടെ പാൽപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബൂസ്റ്റ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർലിക്സോ അല്ലെങ്കിൽ ബോൺപിറ്റോ ചേർത്താലും മതി. ഇതാ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കണ്ട്. ഇനി അതും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാ അപ്പോൾ നമ്മുടെ ബൂസ്റ്റും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ അവലും പിന്നെ നമ്മുടെ കപ്പലണ്ടിയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മധുരം നോക്കിയിട്ട്, മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ഗ്ലാസ്സിലേക്ക് തന്നെ സെർവ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അവല് പിന്നെ കപ്പലണ്ടി അതേപോലെ ടൂട്ടി ഫ്രൂട്ടി ചേർക്കണമെങ്കിൽ അത് ചേർക്കണ്ട എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് അങ്ങനെ ആ മിക്സിയിൽ നിന്ന് എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലും മതി. പക്ഷേ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെയറായിട്ട് ഗാർണിഷ് ചെയ്തിട്ടും ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് നമുക്ക് നമ്മുടെ മിക്സിങ് ഒഴിക്കുക. ഇതിനകത്ത് നമ്മളിപ്പോൾ പാല് നന്നായിട്ട് കട്ടയാക്കിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം. അപ്പോഴായിരിക്കും നല്ല തണുപ്പിൽ കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ അങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ ഐസ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ പാൽ ഇതേപോലെ കട്ടയാക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഈ മിക്സിങ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിക്കാം. ഇത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നോക്കി ഗ്ലാസ്സിൽ നമ്മൾ ഇത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ അവലുണ്ടല്ലോ, അവല് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് വെള്ള അവലാട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ബ്രൗൺ അവലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അത് പെട്ടെന്ന് കുതിർന്നു പോയില്ല. പിന്നെ അതായിരിക്കും കഴിക്കാൻ വേണ്ടി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി ഇടുന്നുണ്ട്. ഇത് വറുത്തെടുത്താണ് കപ്പലണ്ടി കേട്ടോ. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടാം. ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവലൊന്നും പെട്ടെന്ന് കുതിർന്ന് പോയില്ല. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സിങ് രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കുക. ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവലിടുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലിടുക, കുറവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവിടുക. കപ്പലണ്ടി ഇടുക. കപ്പലണ്ടിയൊക്കെ ശരിക്കും ഇതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കപ്പലണ്ടി കുറച്ച് കൂടുതലിടാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇടാം. നമുക്കൊരു ചെറി വെച്ചിട്ട് ഇത് ഇതാ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ അവൽ മിൽക്ക് ഞാനൊന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഈ ചെറീനെ ഞാനങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. എനിക്ക് ചെറിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല.
നീ കഴിച്ചോട്ടെ കേട്ടോ. എന്താ പറയുക, നല്ല ടേസ്റ്റിൻ്റെ നല്ല തണുപ്പുണ്ട് കേട്ടോ ശരിക്കും. അതേപോലെ തന്നെ വയലിട്ടുണ്ടെങ്കിൽ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ട് കേട്ടോ. കാരണം അവലും കപ്പലണ്ടിയും എല്ലാം കൂടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കടിക്കാനുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ മിക്സിങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇടയ്ക്ക് അവലും കടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടാണ് ശരിക്കും, നല്ല രസമുണ്ട് ശരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പാല് ഇതേപോലെ കട്ടയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഐസ് ചേർക്കണ്ട കേട്ടോ. ഐസ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. ആ പാല് നന്നായിട്ട് കട്ടയാക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണല്ലോ. പിന്നെ പാൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ചെറുതായിട്ട് ആ പാലിൻ്റെ കട്ട അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാവരും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നമ്മൾ വിചാരിക്കും ഈ അവലും പിന്നെ ഈ കപ്പലണ്ടിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെ ഈ ടേസ്റ്റ് വരാമെന്നുള്ളത്. പക്ഷേ ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചേർന്ന് പോകട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാനിത് ഫുള്ളൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ.